ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുമിനസ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളുടെ ഏജ് റിലാക്സേഷന് ശേഷം നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ഫിസിക്സിലെ ഒരു ടോപ്പിക്കായ ശബ്ദത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ശബ്ദത്തെക്കുറിച്ച് നിരവധി എക്സാംസിൽ സർവ്വസാധാരണമായ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ് എന്ത് ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് അക്യൂസ്റ്റിക്സ് എന്നാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാ? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ശബ്ദത്തിൽ സഞ്ചരിക്കാൻ എന്താണ് ആവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ഓക്കെ. അതുപോലെ തന്നെ ശ്രവണ ദിനം എന്നാണ്? മാർച്ച് 3 ലോക ശ്രവണ ദിനം. ഓക്കെ. അതുപോലെ തന്നെ ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? ശബ്ദ സ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ ശബ്ദ സ്രോതസ്സിലും കമ്പനം ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും, അല്ലെ? ഓരോ ശബ്ദ സ്രോതസ്സിനും കമ്പനം ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം സ്രോതസ്സിന്റെ പല ഭാഗങ്ങളുടെ കമ്പനങ്ങളുടെയും ചുറ്റുമുള്ള വസ്തുക്കളുടെ കമ്പനങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ് എന്ത് നമുക്ക് ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ തൊണ്ടയിൽ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു കമ്പനം അനുഭവപ്പെടും, ഒരു വൈബ്രേഷൻ അനുഭവപ്പെടും, അല്ലെ? അപ്പൊ എന്താണ് ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ സ്വനതന്തുക്കളുണ്ട്. ആ സ്വനതന്തുക്കൾ എന്ത് ചെയ്യുന്നു? കമ്പനം ചെയ്യുന്നത് കൊണ്ടാണെന്ന് നമുക്ക് ഈ ശബ്ദം ഉണ്ടാകുന്നത്. അപ്പം എന്താണ് ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് എന്തുണ്ട്? സ്വനതന്തുക്കളുണ്ട്. സ്വനപേടകത്തിലാണ് ഈ സ്വനതന്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. ഈ സ്വനതന്തുക്കൾ എന്ത് ചെയ്യും? കമ്പനം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് ശബ്ദത്തെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് നമ്മൾ എടുത്തത്. നമുക്ക് വീണ്ടും ഇനി അങ്ങോട്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് വൈസായിട്ട് നമ്മൾ എടുത്തു പോകുന്നതായിരിക്കും. അപ്പോൾ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.